السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സാദാത്തുക്കൾ, അതുപോലെ ഉസ്താദുമാർ, നല്ലവരായ ഈ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ, ശബ്ദം ശ്രവിക്കുന്ന ഉമറാക്കൾ, മുത്തഅല്ലിമീങ്ങൾ, ഉമ്മ പെങ്ങന്മാർ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഒത്തുകൂടിയത് ഖബൂൽ ചെയ്യട്ടെ. സുദീർഘമായ ഒരു ഭാഷണം നടത്തേണ്ട സമയം അല്ല എന്നറിയാം. ദുആക്ക് മുമ്പ് അല്പം മാത്രം ഒന്ന് രണ്ട് വിഷയങ്ങൾ സംസാരിച്ച് ദുആയിലേക്ക് പ്രവേശിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ സാഹചര്യം, ഈ അടുത്തായിട്ട് 10 മണി വരെയാണ് പെർമിഷൻ ഉള്ളത്. ഇപ്പോൾ 10 മണി കഴിഞ്ഞു, 11 മണിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുടുസായ സമയത്ത് ഒരു നീണ്ട സംസാരം നടക്കൂല എന്നറിയാം. ഏതായാലും ഏതൊരു പരിപാടി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും ആ പരിപാടിയുടെ സംഘാടകർ ദുആക്ക് വരുന്ന തങ്ങന്മാരോട് പറയുന്നൊരു വാക്കുണ്ട്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ദ്വാരക്കണമെന്ന് സാധാരണ പറയും. അതല്ലാതെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ബാധ്യത, ഒരു ഉത്തരവാദിത്വം നമ്മുടെ പെരടിയിലിട്ട് തരും. ഒന്നിരിക്കൽ അടുത്ത വർഷത്തേക്കുള്ള ചീരുണി, അല്ലെങ്കിൽ പള്ളിക്ക് ആവശ്യമായത്, അല്ലെങ്കിൽ മദ്രസക്ക് ആവശ്യമായത്, എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം നമ്മുടെ മുമ്പിൽ വെക്കും. അപ്പം അത് ചോദിക്കുമ്പോൾ സാധാരണയിൽ സദസ്സിലുള്ളവരൊക്കെ വളരെ ആവേശത്തോടുകൂടി ഏറ്റെടുക്കും. പക്ഷേ ഏറ്റെടുക്കാൻ വൈകിപ്പോകാറാണ് പതിവ്. അവൻ ഏറ്റെടുക്കട്ടെ, ഇവൻ എത്ര പറയുന്നു എന്ന് നോക്കട്ടെ എന്നൊക്കെ നോക്കി അപ്പുറപ്പുറമൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോഴേക്ക് സമയം ഇങ്ങനെ പോകും. അപ്പൊ ഏറ്റെടുക്കുന്നവർ ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലും നിങ്ങളോട് ചോദിക്കാനുണ്ട്. അത് ചോദിക്കുന്നതിന്റെ മുമ്പ് ഇപ്പൊ തന്നെ തീരുമാനിക്കുക, എന്ത് ചോദിച്ചാലും ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ഏറ്റെടുക്കും എന്ന ഒരു തീരുമാനം നേരത്തെ എടുക്കുക. കാരണം സമയത്തിന്റെ വില അങ്ങനെയാണ്. എല്ലാവർക്കും സമയം വളരെ വിലപ്പെട്ടതാണ്. ഇവിടെ നിൽക്കുന്ന തങ്ങന്മാർക്കും ഉസ്താദന്മാർക്കും ഈ കൂടിയ സാധാരണക്കാർക്കൊക്കെ സമയത്തിന്റെ വില വലുതാണ്. ഓരോരുത്തർക്കും അവരുടേതായ ചുറ്റുപാടുകളുണ്ട്, അവരുടേതായ ജോലികളും തിരക്കുകളുമുണ്ട്. ആ തിരക്കുകൾക്കുള്ളിൽ ഒരു ദിവസം റബ്ബ് സുബ്ഹാനഹു തആല നമ്മയൊക്കെ മടക്കി വിളിക്കും, തിരിച്ചു വിളിക്കും. അപ്പൊ അല്ലാഹു തആല നമുക്ക് നൽകിയ സമയം, ആ സമയത്തെ കഴിവിന്റെ പരമാവധി അല്ലാഹു തൃപ്തിപ്പെട്ട വഴിയിലൂടെ ചിലവഴിക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തണം. അനാവശ്യമായി സമയം പാഴാക്കാതെ, സമയം വിലപ്പെട്ടതാണെന്ന ബോധത്തോടുകൂടി. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ആസന്നമായി നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട പുണ്യ റമളാൻ. ഇനി നമ്മുടെ ഓരോ ചിന്തകളും, നമ്മുടെ ഓരോ ഒരുക്കങ്ങളും റമളാനിലേക്കായിരിക്കണം. റമളാനിലേക്ക് എത്താനും റമളാനിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനുള്ള എല്ലാ നിലക്കുള്ള തയ്യാറെടുപ്പുകളും നമ്മൾ മുൻകരുതണം. നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ച പോലെ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ മുന്നോടിയായി വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം ഒരുക്കി വെക്കുക എന്ന് ഉണർത്തുകയുണ്ടായി. അതൊരു മുന്നൊരുക്കം, അത് അനിവാര്യമാണ്.
അതുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ സജീവമായി. പഴയകാലത്തൊക്കെ നനച്ചുകുളി എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. എല്ലാ വീടുകളും സജീവമായി റമദാനിന്റെ മുന്നോടിയായി വീടും പരിസരവും ഒക്കെ ഒന്ന് ക്ലിയറാക്കി ക്ലീൻ ചെയ്ത് റമദാനിനെ വരവേൽക്കാനുള്ള ഒരുക്കമാണെന്ന് ആ മുതിർന്നവർ ചെയ്യുന്നത് കണ്ട് ചെറിയ മക്കൾക്ക് പോലും റമദാനിന്റെ ആ ഒരു വാസന അവരിലേക്ക് വന്നിരുന്നു. ഇന്ന് നമ്മളൊക്കെ ഭൗതിക തലത്തിൽ കിടന്ന് മുങ്ങിക്കുളിക്കുന്നത് കൊണ്ട്, അതിൽ ആർമാദിക്കുന്നത് കൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ വിഷയങ്ങളിൽ നമ്മൾ ക്രമേണ ബാക്കോട്ട് ഇങ്ങനെ പോരുകയാണ്. വയലുകൾ ധാരാളമുണ്ട്, ക്ലാസ്സുകൾ ധാരാളമുണ്ട്, പരിസര ഭാഗത്തൊക്കെ നമുക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വീഴ്ച എന്നുള്ളത്. പഴയകാലത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർക്ക് ഇന്ന് നമുക്ക് ലഭിക്കുന്ന പോലത്തെ സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവിടെ കൂടിയ ആളുകൾക്ക്, പ്രായം ചെന്നവർക്ക് തന്നെ അറിയാം, എന്തെങ്കിലുമൊക്കെ ഒരു ആത്മീയമായ ഒരു അറിവ് നുകരണമെങ്കിൽ അവർക്ക് ദൂരം സഞ്ചരിക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. പഴയകാലത്ത് ഇന്നത്തെ സെറ്റപ്പോട് കൂടിയുള്ള മദ്രസ ഇല്ല, സ്ഥാപനങ്ങളില്ല. അതൊന്നും ഇല്ലാത്ത ആ കാലത്ത് അന്ന് പഠിച്ച് മനസ്സിലാക്കിയ അന്നത്തെ തലമുറ, അവർക്കുള്ള ആ ഒരു ബോധം ഇന്ന് എല്ലാം പഠിക്കാൻ സൗകര്യമുണ്ടായിട്ടും പഠിച്ചിട്ടും നമുക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വീഴ്ച, നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ അതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മുൻഗാമികളായ പഴയ ആളുകൾ, പ്രായം ചെന്ന ആളുകൾ, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ അപൂർവമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് നല്ല നിലക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതാൻ സാധിച്ചോളന്നുണ്ടാവില്ല. എന്നാലും റമദാനിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫ് എടുത്തുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടെ ഖുർആനിലേക്ക് നോക്കി അവർക്ക് കഴിയുന്ന പോലെ അവർ ഓതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവര് കഴിയുന്ന പോലെ അവർ ഓതും. ഇന്ന് നമുക്ക് എല്ലാ നിലക്കും നിയമപരമായി ഓതാൻ അറിയും, അത് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, പഠിച്ചവരാണ് ഭൂരിഭാഗം ആളുകളും. മാത്രമല്ല, ഇന്നത്തെ ദിവസം പ്രത്യേകമായി ചൊല്ലേണ്ട വല്ല ദിക്റുണ്ടോ, അല്ലെങ്കിൽ ഇന്ന് ഏതൊക്കെ മഹത്തുക്കളുടെ സ്മരണ ഉള്ള ദിവസമാണ്, ഇന്ന് ആരൊക്കെ സ്മരിക്കുന്ന ദിവസമാണ്, ഏതൊക്കെ മഹത്തുക്കളുടെ ആണ്ടിന്റെ ദിവസമാണ് എന്നറിയാൻ നമ്മൾ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ എടുത്ത് ഇങ്ങനെ തപ്പി നോക്കിയാൽ നമുക്ക് നോക്കിയെടുക്കാൻ കഴിയും ഇന്ന് ആരൊക്കെ സ്മരിക്കുന്ന മാസമാണെന്ന്, ഇന്നത്തെ ദിവസം എന്ന പോലെ തന്നെ ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകമായി ചൊല്ലേണ്ട വല്ല ദിക്റുകൾ ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ കറക്റ്റായിട്ട് അത് നമ്മുടെ കയ്യിന്റെ ഉള്ളനടിയിൽ ഇങ്ങനെ തെളിഞ്ഞു കാണുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമുക്കുള്ള വിഷയങ്ങൾ അറിയാത്തത് കൊണ്ടല്ല, സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടല്ല, നമ്മൾ ആ ലോകത്തല്ലുള്ളത്, ഭൗതിക ലോകത്താണ്. ഭൗതികപരമായി എങ്ങനെയെല്ലാം അടിച്ചു പൊളിക്കാൻ കഴിയുമോ അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് റമദാൻ മുന്നിൽ വരുമ്പോ നമ്മൾ ആകെ ചിന്തിക്കുകയാണ്, റമദാനാണല്ലോ വരുന്നത്, നമുക്ക് പേടിയാണ്. മുമ്പ് അങ്ങനെയല്ല, റമദാനിനെ സന്തോഷത്തോടു കൂടി കാണുന്നു. അത് പിഞ്ചോമന മക്കളും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്റെയൊക്കെ ചെറുപ്പത്തില് മദ്രസയിലൊക്കെ പഠിക്കുന്ന മക്കൾ, അവരിങ്ങനെ മത്സരബോധത്തോടു കൂടി മദ്രസ പൂട്ടുന്നതിന്റെ ആ സമയം, ആ ടൈമിലൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന എന്താ, റമദാനിൽ ചോദിക്കും, അപ്പുറത്തെ കുട്ടിനോട് ചോദിച്ചു, നീ കഴിഞ്ഞ വർഷം എത്ര നോമ്പെടുത്തിരുന്നു? അപ്പൊ അവൻ പറയും, ഞാൻ 10 നോമ്പെടുത്തിരുന്നു, അല്ലെങ്കിൽ 8 നോമ്പെടുത്തിരുന്നു. ഏത് 5ഉം 6ഉം 4ഉം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ മക്കൾ, ആ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ 15 നോമ്പെടുത്തിരുന്നു, അപ്പൊ ഈ വർഷം ഇൻഷാ അല്ലാഹ് ഞാൻ മുഴുവൻ നോമ്പെടുക്കും, അല്ലെങ്കിൽ 20 നോമ്പെടുക്കും എന്ന് പറഞ്ഞുള്ള ചർച്ചകളായിരുന്നു നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത്. എന്ന പോലെ പിന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ, അത് കഴിഞ്ഞ വർഷം ഇത്ര ജുസ് ഞാൻ ഓതിയിരുന്നു, ഒരു ഖത്മ എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നു, അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് 2 ഖത്ം പൂർത്തീകരിക്കണം എന്ന ചർച്ചയായിരുന്നു. ഇന്ന് ആ ചർച്ചകളൊക്കെ അസ്തമിച്ചു, ഇന്ന് ആ ചർച്ചകളൊക്കെ മാറി. ഇന്ന് മുഴുവനും സോഷ്യൽ മീഡിയയിലെ ലോകത്താണ്. ഇന്ന് കുട്ടികൾ പ്ലാൻ ചെയ്യുന്നതും ചർച്ച ചെയ്യുന്നതുമൊക്കെ നമ്മുടെ അയൽവാസിയുടെ വീട്ടിൽ
എന്തെല്ലാം കോപ്രാട്ടിത്തരങ്ങൾ നടക്കുന്നുണ്ടോ, എന്തെല്ലാം പരിപാടികൾ നടക്കുന്നുണ്ടോ, എന്തിലേറെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇന്ന് കാണപ്പെടുന്നത് എന്താ? ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, ഒന്ന് കുട്ടികളുടെ ഉണ്ടായിരുന്ന ചർച്ച, അവരുടെ വയസ്സ് എന്നാണോ പൂർത്തിയാകുന്നത് ആ സമയത്ത് ബർത്ത്ഡേ ആഘോഷിക്കണം, വളരെ ഗംഭീരമായി ആഘോഷിക്കണം എന്ന ചർച്ചയാണ്. അത് ആത്മീയമായ ബോധമുള്ള വീട്ടിലും അത്തരം ആ വീടുകളിലും വേണ്ടപ്പെട്ടവർ അതിന് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ പിറകിലാണ് കുട്ടികൾ. ഇങ്ങനെ ഇത് കണ്ട് വരുന്ന തലമുറ നമ്മുടെ വേക്കിൽ ഇങ്ങനെ കടന്നു വരുമ്പോ, എന്റെ മാന്യ മഹബൂബിങ്ങളെ, കാലം ഇങ്ങനെ കറങ്ങി പോകുന്തോറും നമ്മുടെ നാട്ടിൽ ആത്മീയമായ വെളിച്ചം അതിങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് അസ്തമിക്കാൻ വിടാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ സമയത്തും നമ്മുടെ വീടുകളിൽ ആത്മീയമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമം നടത്തണം. റമദാൻ കടന്നു വരുമ്പോ ആത്മീയമായ റമദാനിലേക്കുള്ള ഒരുക്കങ്ങൾ നമ്മൾ ഒരുങ്ങണം. നമ്മൾ ഒരുങ്ങിയിട്ടത് നമ്മുടെ മക്കൾ അത് കണ്ടുപഠിക്കണം. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനു ശരീഫ് ധാരാളം ഓതുന്ന വീടായി നമ്മുടെ വീട് മാറണം. ഹദ്ദാദ് റാത്തീബുകൾ ചൊല്ലുന്ന വീടാവണം. ഇതൊക്കെ ചെല്ലുന്നതും ഓതുന്നതും കണ്ട് നമ്മുടെ മക്കൾ പഠിക്കുമ്പോ നമ്മുടെ മക്കൾ ഒരിക്കലും വഷളാവൂല, നമ്മുടെ മക്കൾ പരാജയപ്പെടൂല. എവിടെയാണിത് പരാജയപ്പെടുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു വിവാഹം തുടക്ക സമയത്ത് അല്ലേ, ഒരു മക്കളുണ്ടാണെങ്കിൽ ആദ്യം കല്യാണം കഴിയണ്ടേ? അപ്പൊ ആ സമയത്ത് വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ഒരുപാട് നല്ല പ്ലാനുകളും നല്ല ചർച്ചകളൊക്കെ ഉണ്ടാവും അല്ലെ. നേരെ ഉസ്താദിന്റെ അടുത്തൊക്കെ വന്ന് നല്ല ദിവസം നോക്കും, എല്ലാം സെറ്റപ്പ് ആക്കി, എല്ലാം ഒരുക്കങ്ങളോട് കൂടിയിട്ടായിരിക്കും വിവാഹത്തിലേക്ക് ഇറങ്ങുക. എന്നാൽ വിവാഹം അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് മുഴുവനും റൂട്ടുകൾ മാറുകയാണ്. എന്താണോ അവർക്ക് തോന്നുന്നത് തോന്നിയ പോലെ ചെയ്യാണ്. ഓരോരുത്തർക്ക് എന്താണോ തോന്നുന്നത്, ആർഭാടങ്ങളും ആഭാസങ്ങളും തോന്നിവാസങ്ങളും. എന്തിലേറെ, പെണ്ണ് ഹലാലാകുന്നതിന്റെ മുമ്പ്, നിക്കാഹ് കഴിയുന്നതിന്റെ മുമ്പ് തന്നെ ആ പെണ്ണിനെ തൊടുന്നു, സ്പർശിക്കുന്നു, ആ പെണ്ണിനെ കൊണ്ട് കറങ്ങുന്നു, എന്തും ചെയ്യുന്നു. ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഉസ്താദ് ഇത് പഴയ കാലല്ല. എന്നാൽ എന്റെ മാന്യ മഹബൂബിങ്ങളെ, പഴയ കാലത്ത് ജീവിച്ച നമ്മുടെ മുൻഗാമികൾ പോയ അതേ വഴിയിലൂടെ അവരെങ്ങനെയാണോ മരണപ്പെട്ടപ്പോ 3 കഷ്ണം തുണിയുമായി അവർ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയില്ലേ, അവരാ കൊണ്ടുപോകുന്ന അതേ വസ്തുവാണ് പഴയ കാലത്ത് ചെറ്റപ്പരയിൽ താമസിച്ചവർ പോയ ആ റൂട്ടിലൂടെയാണ് ഇന്ന് കോടികളുടെ മണിമാടികളിൽ താമസിക്കുന്ന നമ്മളും പോകാനുള്ളത്. ഒരു മാറ്റവും ഇല്ല. നമ്മുടെ കബറിന്റെ ഉള്ളിൽ AC-യും അതുപോലെ തന്നെ ടൈൽസും മാർബിളും ഗ്രാനൈറ്റും എല്ലാ സെറ്റപ്പോട് കൂടിയുള്ള കബറല്ല നമുക്കുള്ളത്. നമുക്ക് 6 അടി മണ്ണാണ്. നമ്മുടെ കവിളും മണ്ണിൽ പോയി വെക്കാനുള്ളതാണ്. നമ്മുടെ അവസാനത്തെ തലയണ മണ്ണാണ്. ആ ബോധം നമുക്ക് വേണം. അതിലൊരു മാറ്റവും ഇല്ല. അതിൽ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്രമാണിയാണ്, കാശുള്ളവനാണ്, സമ്പന്നനാണ്, ഇന്ന നാട്ടിലെ വലിയ നേതാവാണ്, 4 ആൾ അംഗീകരിക്കുന്നയാളാണ്, അയാൾ ഈ നാടിന്റെ എല്ലാമാണ്, ഭൗതിക തലത്തിൽ തിളങ്ങുന്നയാളാണ്, പിന്നെ മറ്റു രീതിയിലൊക്കെ വിലസി നടക്കുന്ന ഉഷാറുള്ള ആളാണ്. എന്ത് ഉഷാറുള്ള ആളാവട്ടെ, അദ്ദേഹം ഈ ലോകത്തോട് വിട പറയലോടുകൂടി എന്താ പറയാ, പിന്നത്തെ ചർച്ച എന്താ? ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചർച്ച ചെയ്യുന്നത് എന്താ? എപ്പോഴാണ് മയ്യത്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനുള്ള ഒരുക്കങ്ങളാണ്. അവിടെ ഒരു വിട്ടുവീഴ്ചയില്ല. നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും, ഈ അടുത്താണ് എന്റെ ഉമ്മ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞത്. എന്റെ ഉമ്മ മരണപ്പെടുന്ന സമയത്ത് പാണ്ടിയിലുള്ള വീട്ടിലാണ് ഞാനുള്ളത്. ആ സമയത്ത് നാട്ടിൽ നിന്ന് ജ്യേഷ്ഠനക്ക് പെട്ടെന്ന് വിളിച്ചറിയിക്കാൻ ഒരു പ്രയാസം. ജ്യേഷ്ഠൻ പറഞ്ഞു, നീ എവിടെ വീട്ടിലുണ്ടാന്ന് എന്നോട് ചോദിച്ചു. എന്റെ സ്വദേശം മലപ്പുറം പരപ്പരങ്ങാടിയാണ്. അപ്പൊ വലിയ ജ്യേഷ്ഠനക്ക് വിളിച്ചിട്ട് ഞാൻ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞപ്പോ, എന്നാ പെട്ടെന്ന് ഫാമിലിയും കൂട്ടി വേഗം നാട്ടിലേക്ക് വാ എന്ന് പറഞ്ഞു. ജ്യേഷ്ഠൻ പോകാൻ കട്ടാക്കി. അങ്ങനെ ഭാര്യയും കൂട്ടി മക്കളൊക്കെ കൂട്ടിയിട്ട് ഞാനിങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എന്നിട്ട് കാരണം ആ തിരക്കിന്റെ ഇടയിൽ ഡ്രസ്സ് പോലും അഥവാ പിന്നെ മാറ്റിവെച്ച എടുത്തു കൊണ്ടുപോകാനുള്ള മറ്റു ബാഗ് പോലും എടുക്കാതെ ഇട്ട ഡ്രസ്സിലാണ് പോകുന്നത്. ആ സമയത്ത് നാട്ടിലെ മഹല്ലിലെ ഒരു കാരണവരെ വിളിച്ചിട്ട് രണ്ടാമത് വിളിച്ച് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നോട് ചോദിക്കുന്നത്, മോനെ നിങ്ങൾ എപ്പോഴാ എത്തുക എന്നാണ്. എപ്പോഴാ എത്തുകയെന്ന് ചോദിച്ചപ്പോ പിന്നെ നമുക്കൊരു വൈകുന്നേരം 4 മണിക്കാക്കിക്കൂടെ എന്ന് ചോദിച്ചു. അക്ഷരാർത്ഥത്തിൽ ഞാൻ വിറച്ചുപോയി. കാരണം എന്നോട് ജ്യേഷ്ഠനൊന്നും മരണപ്പെട്ട വിവരം അറിയിച്ചിട്ടില്ല. ജ്യേഷ്ഠൻ ഞാൻ പേടിച്ചു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ ഉണ്ടല്ലോ, കാരണം ഞാൻ നാട്ടിൽ പെട്ടെന്ന് ഷോക്കായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ജ്യേഷ്ഠൻ തുറന്നു പറഞ്ഞിട്ടില്ല. അപ്പൊ നാട്ടിലെ പ്രമാണി വിളിച്ച്, നാട്ടിലെ മഹലിന്റെ കാരണവരെ വിളിച്ചിട്ട്, മോനെ എപ്പോഴാ വരുന്നത്
എന്ന് വിളിച്ച് എന്നോട് ഫോണിലൂടെ സംസാരിക്കുന്നു. എന്നിട്ട് പറയുന്നു 4 മണിക്കോ 5 മണിക്കോ നമുക്ക് എടുക്കുന്ന രീതിയിലാക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ആഫീസാക്കാന്ന് അദ്ദേഹത്തിന്റെ ഞങ്ങൾ വിളിക്കാറുള്ളത്, നിങ്ങൾ ഫോൺ വെക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്ത് എന്റെ അങ്ങനെ ഉണ്ടല്ലോ ആ സമയത്ത് അക്ഷരാർത്ഥത്തിൽ എന്തെന്നില്ലാത്ത എന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമാണ്. എന്റെ മാന്യ മഹബൂബിങ്ങളെ, അവിടെ ഏതൊരാളാണെങ്കിലും പിന്നെ നമ്മൾ വീട്ടിൽ പിന്തിപ്പിക്കൂല. എപ്പോഴാണ് മയ്യത്തെടുക്കുക എന്നാ ചോദിക്കുക. ആ സമയമായാൽ ആരാണെങ്കിലും, ഈ പറയുന്ന തങ്ങളാവട്ടെ നമ്മൾ ഓരോരുത്തരും ആവട്ടെ, അപ്പൊ മരണാനന്തരം ഖബറിൽ സന്തോഷത്തോടു കൂടി കിടക്കണോ എങ്കിൽ ആത്മീയമായി നല്ല രീതിയിൽ ജീവിച്ച് മഹത്തുക്കൾ പോയ പോലെ അവിടെ നമ്മൾ ആ ഡയലോഗ് പറ്റൂല. ഡയലോഗ് ഏത്? ഇതൊന്നും പഴയ കാലമല്ല ഉസ്താദെ, പുതിയ കാലാണെന്നുള്ളത്. പുതിയ കാലാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരെയും ഖബറിൽ കൊണ്ടുപോയി കിടത്താനുള്ളതാണ്. ഒരാളും ബാക്കിയാവൂല. ആ ഒരു ബോധം മാത്രം നമുക്കുണ്ടായാൽ മതി. നമ്മളൊക്കെ മരിച്ച് ഖബറിൽ പോയി കിടക്കാനുള്ളതാണ്. ഖബറിൽ പോയി കിടന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് നമ്മെക്കുറിച്ച് നല്ലത് പറയണമെങ്കിൽ നല്ലത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ നല്ലത് ഉണ്ടാക്കിയെടുക്കണം. തോന്നിയ പോലെ ജീവിച്ചാൽ നമ്മുടെ ശരീരം ഒരിക്കലും തന്നെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ ശ്രദ്ധിക്കേണ്ടതാണ്, ഒരിക്കലും നമ്മുടെ ശരീരം അന്യ ആളുകൾക്ക് പ്രദർശിപ്പിക്കാനുള്ളതല്ല. നമ്മുടെ പുരുഷന്മാർക്ക് പ്രദർശിപ്പിക്കാനുള്ളതല്ല. എന്റെ ഭാര്യ എനിക്കുള്ളതാണ്. എന്റെ ഭാര്യയെ അവളുടെ ഭംഗി സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് അഭിമാനിക്കുന്നവരുണ്ട് അല്ലേ? സ്വന്തം ഭാര്യമാരുടെ ഫോട്ടോ സ്റ്റാറ്റസ് വെക്കുന്നു, എന്നിട്ട് അഭിമാനിക്കുകയാണ്. ചിലപ്പോ ഒരല്പം വെളുപ്പ് കൂടിയ പെണ്ണായിരിക്കാം, ചിലപ്പോ കാണാൻ കുറച്ചൊരല്പം ഭംഗിയുള്ള പെണ്ണായിരിക്കാം. ആ പെണ്ണിന്റെ ഭംഗി ആരാണ് ആസ്വദിക്കേണ്ടത്? അത് ആസ്വദിക്കേണ്ടത് കെട്ടിയ ഭർത്താവാണ്, അല്ല നാട്ടുകാർക്ക് ആസ്വദിക്കാനുള്ളതല്ല. എന്റെ പെണ്ണ് എനിക്കുള്ളതാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള പെണ്ണ് നിങ്ങൾക്കുള്ളതാണ്. ആ ഒരു ബോധം നമുക്ക് വേണം. അയച്ചുവിടാനുള്ളതല്ല. തോന്നിവാസത്തിന് വേണ്ടി ഏണി വെച്ചു കൊടുത്താൽ അത് കണ്ടു വളരുന്ന നമ്മുടെ തലമുറ പരാജയപ്പെടാൻ അത് മതി. അല്ലാഹു തആല നമ്മെ പരീക്ഷിക്കും. പരീക്ഷിക്കാതെ ഒരാളെയും വിടൂല. അതുകൊണ്ട് ഒരു ആത്മീയമായ ബോധത്തോടുകൂടി മുൻഗാമികൾ കടന്നുപോയ വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നാളത്തെ ജീവിതം നമുക്ക് സന്തോഷകരമാകാൻ കഴിയും. നമുക്കൊക്കെ പരിചയമുള്ള വലിയ വലിയ മഹത്തുക്കൾ, ഈ അടുത്ത് മരണപ്പെട്ടു പോയ മഹത്തുക്കൾ, മഹാനരായ ഖുറത്തു സാദാത്ത് തങ്ങളുപ്പാപ്പ എത്രയാണ് പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ ഖുർആൻ ഖത്ം ഓതിയത്? അഭിയുന്നരായ ശൈഖുൽ മർഹൂം പി എ ഉസ്താദ് എത്രയാണ് ഓതിയത്? ഇങ്ങനെ തുടങ്ങി നമുക്ക് പരിചയമുള്ള, നാം കണ്ടറിഞ്ഞ മഹാന്മാരൊക്കെ, പഴയ മുൻഗാമികളെ പറ്റിയല്ല പറയുന്നത്, ഈ അടുത്ത് മരണപ്പെട്ട് നമ്മൾ കൈപിടിച്ച് മുത്തിയ മഹാന്മാർ, ആ മഹത്തുക്കൾ എത്രയോ ഖുർആൻ ഖത്ം തീർത്ത് സന്തോഷത്തോടു കൂടി ലോകത്തിന് വിട പറഞ്ഞു പോയവരാണ്. അവരൊക്കെ പോയ വഴിയിലൂടെ പോകണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇന്ന് ഖുറത്തു സാദാത്ത് തങ്ങളുപ്പാപ്പയുടെ അടുത്തേക്ക് എത്ര ആളുകളാണ് പോകുന്നത്? പരിസരഭാഗത്തുള്ള മഹാന്മാർ, അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ പേരിൽ ആണ്ട് നടക്കുമ്പോൾ എത്ര ആളുകളാണ് അങ്ങോട്ട് വരുന്നത്? ഉറൂസ് നടക്കുമ്പോൾ, അതുപോലെ തന്നെ അജ്മീറിൽ ഖാജാ തങ്ങളുപ്പാപ്പ, നമ്മൾ ആരും ഖാജാ തങ്ങളുപ്പാപ്പനെ കണ്ടിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടാണ് എല്ലാ മുക്കുമൂലയിൽ നിന്നും ഖാജാ തങ്ങളുപ്പാപ്പയുടെ അടുത്തേക്ക് ജനങ്ങൾ ഒഴുകിച്ചെല്ലുന്നത്? അവർ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചത് കൊണ്ടാണ്. അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചത് കൊണ്ടാണ്. അപ്പൊ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ അടിമകളാകാൻ നമുക്കൊക്കെ കഴിയണം. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തണം. റമളാനാണ് വരുന്നത് എന്ന ആ ഒരു ബോധത്തോടുകൂടി ആത്മീയമായി ശുദ്ധിയായി പരിശുദ്ധ റമളാനിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഇപ്പം തന്നെ പ്ലാൻ ചെയ്യുക. പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ എല്ലാ നോമ്പും വീഴ്ചയില്ലാതെ ഞാൻ ചെയ്യും, ഞാൻ എടുക്കും എന്ന പോലെ തന്നെ തറാവീഹ് നിസ്കാരം ഒറ്റൊന്നും നഷ്ടപ്പെടാതെ ഞാൻ നിസ്കരിക്കും. മറ്റു സുന്നത്തുകൾ ഞാൻ ശ്രദ്ധിക്കും. പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ധാരാളം ഖത്ം ഞാൻ ഓതി തീർക്കും എന്ന ഒരു ദൃഢനിശ്ചയം, ഒരു ഉറച്ച തീരുമാനം എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യ മഹബൂബിങ്ങളെ നമ്മളൊക്കെ എടുത്ത് റമളാനിലേക്ക് ഒരുങ്ങുക. നമുക്കുള്ള ജീവിതം സന്തോഷകരമാവണം. റബ്ബ് സുബ്ഹാനഹു തആല റാഹത്തോടെ റമളാനെ വരവേൽക്കാനും ശിഷ്ടകാല ജീവിതം അവന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുന്നു.